ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുക. বলুন কি সমস্যা? আসলে সমস্যাটা হলো নাম কি? ആ ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. এই ঘরে বসুন, ডাক্তারের কাছে লজ্জা শরম পেতে। ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. হ্যাঁ, আপনি চেনটা খুলুন, আমি আপনার ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? তারপরে পারফেক্ট ভাবে সিদ্ধান্ত নিতে পারবো আসলে কি লাগবে। এটা আপনি কি বলতেছেন? കട്ടില് പണിയാ തൊട്ടില് റെഡി. দেখুন, এদিকে এসো, আসো, ഇത് മറ്റേതാ? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ? അതല്ല, হ্যাঁ হ্যাঁ, ধরেন এখন ধরো ধরো। ওরে বাবা রে, একদম আমার হাত পেতেই তো ঠাস করে দাঁড়িয়ে গেছে। ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജഗോപാലാണെന്ന് തോന്നുന്നു. কত সুন্দর সাইজ, কত মোটা সোটা, আর তুমি সব কি বকবক করছিস? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. കൈയൊക്കെ വിരിവിരാന്ന് വരണം, ഒരു കളി കളിക്കാം. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ വലിയൊരു കാറ്റും മഴയും കഴിഞ്ഞു. এত জোরে জোরে কেউ পাঞ্চ করে, কি ব্যথা পেলাম আমি, অসভ্য ছেলে। എല്ലാം ചടപടേന്നായിരുന്നു. থাকবে তবু। বললাম না থাকবে, আমাকে রুগী দেখতে দাও, চলো। ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല.